ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടമായ, നിങ്ങൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ അകല എന്ന സീരിയലിൻ്റെ ഷൂട്ടിംഗ് സെറ്റിലാണ്. അപ്പോൾ ഇവിടെയുള്ള കാസ്റ്റിനോടും ക്രൂവിനോടും അവരുടെ വിശേഷങ്ങളും ഈ 1.5 വർഷമായിട്ട് അവർ ഷൂട്ട് ചെയ്ത് നമ്മൾ 300 എപ്പിസോഡോളം കണ്ടു. അതിൻ്റെ എല്ലാം എങ്ങനെയാണ് നടക്കുന്നതെന്നും വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അകലെ സീരിയലിലെ ക്യാരക്ടറായ ജയനാണ് എന്നോട് ഇന്ന് ഉള്ളത്. എങ്ങനെ പോകുന്നു ചേട്ടാ സീരിയലിലെ വിശേഷങ്ങളും പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും എല്ലാം? നല്ല ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുന്നത്. അത് നല്ലൊരു സീരിയലാണ്, ഒരു കഥയാണ്. എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നായകൻ്റെ സഹോദരിയുടെ ഭർത്താവാണ്. കുറച്ച് കൗശലക്കാരനായ, കുറച്ച് തരികിടയും പ്രാരാബ്ദവും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ക്യാരക്ടറാണ്. നമ്മൾ സിനിമകളിലൊക്കെ ചില ജ്യോതിശ്രീമാരൊക്കെ ചെയ്ത ക്യാരക്ടറുകൾ പോലെ, മാളച്ചേട്ടനൊക്കെ ചെയ്ത പോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനം. കുറച്ചൊരു ഫണ്ണി ആയിട്ടുള്ളതാണ്. എന്നാൽ ചില സമയത്ത് വളരെ ക്രൂക്കഡ് മൈൻഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ ജയൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ച സീരിയലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു സാധനം കിട്ടിയതിൽ. നമുക്ക് നിന്ന് പെർഫോം ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. അത് എല്ലാ ക്യാരക്ടറുകൾക്കും അങ്ങനെ അതിന് സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഈ ക്യാരക്ടറിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ മാത്രമല്ല, എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന സേതുലക്ഷ്മി അമ്മ, അവർക്കും ഇതുപോലൊരു എന്താണ് ഈ ഒരു ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ അവരുടെ. നമ്മുടെ തമ്മിലുള്ള കോംബോയൊക്കെ ഭയങ്കര ഹിറ്റാണ്. പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഈ ക്യാരക്ടർ വിളിച്ചിട്ട് സംസാരിക്കാൻ ആൾക്കാരുണ്ട്. ഏറ്റവും നല്ലൊരു റെസ്പോൺസ് അങ്ങനെ കിട്ടിയത്? റെസ്പോൺസ് കിട്ടിയത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന ഖത്തറിലാണ്. അപ്പോൾ അവരുടെ അവിടെ നഴ്സാണ്. അവിടുത്തെ സുപ്പീരിയർ ഡോക്ടർ ഈ സീരിയലിൻ്റെ ഫാനാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി ലാപ്ടോപ്പിൽ സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവള് ചോദിച്ചു, സാറിന് ഈ സീരിയലിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഈ ആളെങ്ങനെയുണ്ട്? എന്നെ കാണിച്ചിട്ട് തോന്നുന്നു. ആള് തരികിടയാ, കാശിലൊക്കെ ഭയങ്കര ആക്രാന്നുള്ള ആളാണ്. പക്ഷെ അവൻ്റെ അഭിനയം നല്ല രസമാണ് തോന്നുന്നു. ഇതെൻ്റെ ബ്രദറിലെ വേണം. അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയായി. ഇത് നേരത്തെ പറയാം ഞാൻ പുള്ളിയുടെ ഫാനാന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ അറിയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഓൺ സ്ക്രീനിൽ കുറച്ച് തരികിടെ അങ്ങനെയൊക്കെ കാണിച്ച് ആൾക്കാരെ വെറുപ്പിച്ചാലും, അങ്ങനെ വെറുപ്പിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അഭിനയം അത്രയ്ക്ക് നല്ലതാവണമല്ലോ, നല്ലതായിരിക്കും. അപ്പം അങ്ങനെയുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ എന്താ തോന്നുക? അത് നല്ലൊരു ഔട്ട്പുട്ട് കാണുമ്പോഴാണല്ലോ അങ്ങനെ ഒരു റെസ്പോൺസ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത ജോലി ഭംഗിയായി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ ആ ജോലി നന്നായിട്ട് ചെയ്തു എന്നുള്ള തോന്നല്. ചിലപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇത് ടെലികാസ്റ്റ് ചെയ്ത് കാണുമ്പോൾ അതങ്ങനെ വേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് തോന്നും. അത് നമുക്കേ തോന്നുള്ളൂ, എല്ലാവർക്കും തോന്നണമെന്നില്ല. നമുക്കല്ലേ അറിയാം നമ്മൾ എന്താണ് ചെയ്യുന്നത്. പക്ഷെ അതിങ്ങനെ ചെയ്യായിരുന്നു എന്ന് തോന്നും. അങ്ങനെയാണ് മൊത്തത്തിൽ ഈ സെറ്റിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ കുറെ നാളായി ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഒരുമിച്ചുണ്ടല്ലോ. എല്ലാവരും ഫാമിലി പോലെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചൊക്കെ നിൽക്കും. അങ്ങനെയൊക്കെ നല്ല രസമുള്ള സെറ്റാണ്. നമ്മുടെ ഡയറക്ടറും കുറച്ച് അത്യാവശ്യം ഫ്രീഡം തരുന്ന ആളാണ്. ഒരുപാട് പിടിച്ചു വെക്കുകയൊന്നുമില്ല. അപ്പം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. വളരെ കട്ടൻ റൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യണമെന്നൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് നമുക്ക് അഭിനയം വരില്ല. കുറച്ച് ആർട്ടിസ്റ്റിന് വിട്ടു കൊടുക്കണം. പക്ഷെ അതിൽ സന്തോഷമുണ്ട്. അതിൽ സരൺ ചേട്ടൻ അതിൽ നല്ല ഒരു ഡയറക്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാത്തിരുന്ന അകലയിലെ നായികയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. പറഞ്ഞോളൂ ദീപിക, ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് about the project? Yes. I'm so happy, especially ರಿತಿಕಾನ ಕ್ಯಾರೆಕ್ಟರ್ ಇರುತ್ತಲ್ಲ, ಅದು ಎಲ್ಲ ಆಡಿಯನ್ಸ್ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. My Malayalam is broke, I'm sorry. It's okay. I'm trying. So ಆ ರಿತಿಕಾ ಕ್ಯಾರೆಕ್ಟರ್ ಎಲ್ಲರೂ ಇಷ್ಟಪಟ್ಟಿട്ടുണ്ട്. ಅದು எனக்கு ಮೋರ್ ஹாப்பி இருக்கு. And ಆ ಕ್ಯಾರೆಕ್ಟರ್ல ಎಲ್ಲ ವೇರಿಯೇಷನ್ಸ್ ಇருக்கு. So ಅದು ಕೂಡ ಹ್ಯಾಪಿ ಇருக்கு എനിക്ക്. ഓക്കെ, എങ്ങനെയാണ് അകലയിലേക്ക് വന്നത്? How did you get casted? I got a call from the casting and from the channel as well. So channel selected me. It's like simple. It's not like more things and all.
സോ ഋതിക സോറി ദീപിക ബേസിക്കലി It's okay, you can call me Ritika, I'm used to it now. ഓക്കെ ഓക്കെ ഋതിക ബേസിക്കലി മലയാളി അല്ല അല്ല. ബാംഗ്ലൂരാണ്. So, ബട്ട് എല്ലാവർക്കും ഹാഫ് മലയാളി നീ നോണ പറയൂ. ഓഫ് കോഴ്സ് യു ആർ നോ മലയാളി. യാ റൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നത്? నా ఫస్ట్ ఒక ప్రాజెక్ట్ అది కాస్టింగ్ త్రూనే అయ్యి అది ഒരു വേറെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായി നെക്സ്റ്റ് ഇത് സെക്കൻഡ് പ്രോജക്റ്റ് മലയാളത്തിൽ. എനിക്ക് കോളേജ് ഡേയ്സ് నుండి മോർ മലയാളി ഫ്രണ്ട്സ് ഇരിക്കും. ഫ്രം അപ്പോൾ నుండి എനിക്ക് ഈ മലയാളം ഇത് മലയാളീസ് എല്ലാം കുറച്ച് ഇഷ്ടപ്പെട്ടിട്ട് ഐ ലൈക്ക് ദം. സോ പറഞ്ഞു മലയാളത്തിൽ തന്നെ ട്രൈ ചെയ്തോ? വേണ്ട, അത് കൊലവാബു. ഓക്കെ Okay, so from there only I started liking Malayalam and all. I started learning few words from there, like when I was in college days. So like I'm so happy that I got opportunity to work in Malayalam industry, and I really like this Malayalam work, the work they do, no, like on screen and all. I like their work and of course the locations, the nature, yeah. അപ്പോൾ അകലയിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ശേഖരൻ എന്ന കഥാപാത്രമാണ് ഇന്ന് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ചേട്ടാ, എന്തൊക്കെയുണ്ട് അകലയിലെ വിശേഷങ്ങൾ? നല്ല വിശേഷം, എല്ലാം നല്ലതായിട്ട് പോകുന്നു. നല്ലതായിട്ട് പോകുന്നു. 1.5 വർഷമായിട്ട് ഷൂട്ട് നടക്കുകയാണ്. അതെ അതെ അതെ. നല്ല പ്രതികരണങ്ങൾ ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടും. അല്ല, എല്ലാം നല്ല റെസ്പോണ്ടാണ്. എല്ലാം ഇപ്പം എന്ന് വെച്ചാൽ പുരുഷന്മാർ സീരിയൽ കാണുന്നത് വളരെ കുറവാണ്. പക്ഷെ നമ്മളിപ്പം പുറത്തോട്ട് പോയി കഴിഞ്ഞാലും പുരുഷന്മാർ ഒരുപാട് പേര് ഇപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നത്. ഞങ്ങൾ സീരിയൽ കാണാറില്ല, പക്ഷേ ഈ ഒരു സീരിയൽ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ വീട്ടിലെത്തി കാണും. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, നല്ല സന്തോഷമാണ്. അപ്പം എങ്ങനെയാണ് ആളുകളുടെ സൈഡിൽ നിന്ന് അങ്ങനെ പ്രത്യേക ഒരു പ്രതികരണം എന്തെങ്കിലുമൊക്കെ ഉണ്ട്? നല്ല റെസ്പോണ്ടാണ് അവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം ചേട്ടാ ചെയ്ത ക്യാരക്ടറിനെ എടുത്ത് പറഞ്ഞ ആരെങ്കിലും അഭിനന്ദിക്കുക അങ്ങനെ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പലയിടത്ത് പോകുമ്പോൾ ഈ ശേഖരനല്ലേ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിലുള്ള ചേട്ടൻ്റെ സീരിയലിലുള്ള ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവം എങ്ങനത്തെയാണ്? ഇത് ശേഖരൻ എന്ന് പറയുമ്പോൾ ഒരു എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത രീതിയിൽ ഞാനും എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന യാമിനി എന്ന ക്യാരക്ടർ, ഞങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്നാൽ ഒന്നും അറിയാത്ത പോലെ ഞങ്ങളൊരു ചേച്ചിയെ പേടിച്ച് ഒരു ഇന്നസെൻ്റ് ക്യാരക്ടറായിട്ട് പോകുന്നൊരു. അപ്പം ഷൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു? നല്ല സെറ്റല്ലേ? എല്ലാവരും വളരെ ഒരു കുടുംബത്തിൻ്റെ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഞങ്ങളൊരു കുടുംബം തന്നെയാണത്. ഒരു ഫാമിലിയാണ്. ഒരു ഫാമിലിയിൽ എന്തൊക്കെ എൻജോയ്മെന്റും നടക്കുന്നുണ്ടോ അതെല്ലാം ഞങ്ങളുടെ ഈ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്. ഞാനിവിടെ വന്നപ്പോഴേ കേട്ടത് സത്യം മാത്രമേ പറയാവൂ എന്നാണ്. അപ്പൊ ദീപക് ശരിക്കും സത്യം പറയുന്നില്ല അഖിലയില്? പിന്നെ ഉറപ്പായിട്ടും സത്യങ്ങളാണ് പറയുന്നത്. പിന്നെ എനിക്ക് ആവശ്യമുള്ള സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് പക്ഷെ മറ്റൊരാൾക്ക് സത്യമാവണമെന്നില്ല. അതെ, മറ്റുള്ള ആൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ എനിക്ക് എൻ്റെ സത്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? 1.5 വർഷമായിട്ട് അകലെ നടക്കുന്നു. എങ്ങനെയുണ്ട് റെസ്പോൺസും കാര്യങ്ങളും കിട്ടുന്ന പ്രതികരണങ്ങൾ ഒക്കെ? ഇല്ല, നല്ല റെസ്പോണ്ടാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്ക് ഇപ്പം നമ്മുടെ സീരിയലിന് അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട്, അത്യാവശ്യം കാണുന്നുണ്ട്, ആൾക്കാർ അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണെങ്കിലും ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ നെഗറ്റീവാണ്, ആ നെഗറ്റീവിന് ആൾക്കാർക്ക് വെറുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല, ആ ക്യാരക്ടറിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിജയമാണ്. അപ്പം നല്ല റെസ്പോണ്ടാണ് പൊതുവെ. ഇത് സീരിയൽ കണ്ടിട്ട് വേറെ സിനിമയിലേക്കോ വേറെ സീരിയലിലേക്കൊക്കെ കോൾസ് വരുന്നുണ്ടോ ഈ കഥാപാത്രം കണ്ടിട്ട്? അങ്ങനെ കഥാപാത്രം കണ്ടിട്ട് ഞാൻ ഓൾറെഡി വേറെ സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇത് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് പിന്നെ 2 സീരിയൽ ഒരുമിച്ച് ചെയ്യാൻ താല്പര്യമില്ലാതെ കൊണ്ടും അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പൊതുവെ സിനിമയാണ് താല്പര്യം. ഞാൻ സിനിമ ഇപ്പം വേറെ 2 സിനിമ ചെയ്തു. അപ്പം അതിൻ്റെ ഡബിങ് കഴിഞ്ഞു, അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കൂടുതലും പരസ്യം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും 1.5 വർഷം നിന്നിട്ട് എന്ത് തോന്നുന്നു സീരിയലിനെ കുറിച്ച്? അല്ല, ഞാൻ സീരിയലിൽ ആക്ച്വലി ഇപ്പം ഇത് 4ാമത്തെ സീരിയലാണ്. അപ്പം കാര്യം നമ്മുടെ ഈ ക്രൂ പിന്നെ സത്യം പറയണമെന്ന് ഓർമ്മിച്ചിട്ട് പോയത്. അല്ല, നമ്മുടെ ക്രൂ അടിപൊളിയാണ്. കാര്യം നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്ത ഒരു വർക്കാണ് അകലെ. കാര്യം അറിയായിരിക്കും. കാര്യം നമ്മൾ ഇത് കുറച്ച് പ്രൊഡ്യൂസർമാർ മാറി കുറച്ച് പ്രശ്നങ്ങൾ, ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു നല്ലൊരു ടീമായി ഒരു ഫാമിലിനെ പോലെ നമ്മൾ മുമ്പോട്ട് പോയി. അപ്പം അതിൻ്റെ ഒരു വിജയമാണ് ഇപ്പം ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സമയത്ത് എത്തി നിൽക്കുന്നത്. സെറ്റിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫൺ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടാവും? പിന്നെ നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. കാര്യം എന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ ഭയങ്കര
സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം അങ്ങനെ ഭയങ്കര ഒരു സംഭവമൊന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്താൽ മതി, ബാക്കി ഫ്രീ ആണ്. അപ്പോൾ ഏറ്റവും നല്ല ജോക്സ് പറയുന്ന ആരാണ് സെറ്റിൽ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എന്തായാലും സ്പോട്ടിനെ പെട്ടെന്ന് കൗണ്ടറൊക്കെ അടിക്കാൻ ആരായിരിക്കും? എല്ലാവരും മിടുക്കന്മാരാണ്. എല്ലാവരും എടുക്കണം. എങ്ങനെ സ്വന്തമായിട്ട് എങ്ങനെ പറയുന്നു? ഞാൻ അങ്ങനെയൊന്നുമില്ല ചിലപ്പോൾ, അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് വേറെ ആളുടെ അടുത്ത് ചോദിച്ചാൽ മതി. അഖിലയിലെ മാത്രമല്ല പല പല വർക്കുകളിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സരസ്വതി അമ്മയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അപ്പം എങ്ങനെ പോകുന്നു അമ്മ അഖിലേൻ്റെ റെസ്പോൺസും? അഖിലയുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസാണ്. കാണുന്നവരൊക്കെ സരസ്വതി തമ്പുരാട്ടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സീരിയലിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഞാൻ എല്ലാതൊരു ഗ്രൂപ്പിലൊരു ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ്സ് സരസ്വതി തമ്പുരാട്ടിയല്ലേ എന്നാണ്. അപ്പം മനസ്സിലായ ആൾക്കാർ വ്യൂവേഴ്സ് ഉണ്ടെന്നുള്ളത്. വർക്ക് നന്നായിട്ട് പോകുന്നു. എല്ലാവരുടെ റെസ്പോൺസും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ്. ഒരുപാട് അനേകം കഥാപാത്രങ്ങൾ അമ്മ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഈ സരസ്വതി അമ്മ എന്ന കഥാപാത്രം വ്യത്യസ്തമാവുന്നത്? വ്യത്യസ്തമാണ്. കാര്യം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. വേണ്ടെടുത്ത് റെസ്പോണ്ട് ചെയ്യും, സോഫ്റ്റ് വേണ്ടെടുത്ത് അങ്ങനെ പാമ്പറിങ് ഉള്ള ഒരു ക്യാരക്ടറാണ്. നല്ലൊരു അമ്മ കഥാപാത്രമാണ്. നല്ല ഒരു മുത്തശ്ശി കഥാപാത്രം. മുത്തശ്ശിയമാണ്, അമ്മയാണ്. അപ്പൊ നമ്മുടെ അഖിലയിൽ അടുത്ത ക്യാരക്ടർ യാമിനിനെയാണ് ഇന്ന് വിശേഷങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. പറയൂ, എങ്ങനെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ സീരിയൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട സീരിയൽ. നമ്മൾ പബ്ലിക്കിലൊക്കെ പോകുമ്പോഴും എല്ലാവരും വിളിച്ചും പറയാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സീരിയലാണ്. കഥയും മറ്റ് സീരിയൽസിനെ അപേക്ഷിച്ച് വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ ക്യാരക്ടറും കാണുന്ന എല്ലാവർക്കും അറിയാം, നായികയുടെ ചെറിയമ്മയാണ്. അവൾക്ക് ഒരു വളർത്തമ്മയ്ക്ക് തുല്യമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പോസിറ്റീവ് ക്യാരക്ടറാണ്. ഒരു ലവിങ് ആയിട്ടുള്ള ക്യാരക്ടർ. അതുപോലെ ലവ് കിട്ടുന്നുണ്ട്. അതെ. ബാക്കി അല്ലാതെ ഏറ്റവും നല്ല കിട്ടിയ കമന്റ് എന്തായിരിക്കും? ഇത്ര പാവാവരുത്. കുറച്ചും കൂടെ. കഴിഞ്ഞ ദിവസം ഞാനൊരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു ഗ്രൂപ്പ് വന്ന് പറഞ്ഞു ഇത്രയും പാവാവരുത് അതാണ് മോസ്റ്റ്ലി കേൾക്കുന്നത്. വെച്ചാൽ പ്രതികരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ കുറച്ചുകൂടെ ബോൾഡാണോ? അതായത് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് നമുക്കെതിരെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്യുന്നില്ല, അത് പോരാ, കുറച്ചും കൂടെ റിയാക്ട് ചെയ്യണം. അതായത് ഇങ്ങനെ പാവമായിട്ടൊന്നും ആരും ഇല്ലല്ലോ, അപ്പം അങ്ങനെ പാവരുത്, അങ്ങനെ ഒരു കമൻ്റാണ് സ്ഥിരമായിട്ട് കേൾക്കുന്നത്. അപ്പം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് എങ്ങനെയാ, ഇതുപോലെ പാവം പിടിച്ച ക്യാരക്ടേഴ്സ് ആണോ നല്ല ബോൾഡ് വില്ലൻ ക്യാരക്ടറും? നെഗറ്റീവും ചെയ്തിട്ടുണ്ട്, നെഗറ്റീവും നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നാലും എല്ലാവരും ഓർത്തിരിക്കുന്നത് ഒരു നെഗറ്റീവ് ഷെയ്ഡിലാണോ ഒരു പോസിറ്റീവ് ഷെയ്ഡിലാണോ? പോസിറ്റീവ് ഷെയ്ഡിലാണ് കൂടുതലും. പക്ഷെ നെഗറ്റീവ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഇതിനേക്കാളും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് കൂടുതലും വരുന്നത് പോസിറ്റീവ് ക്യാരക്ടേഴ്സാണ്. അപ്പം എന്തോന്നു സ്വയമായിട്ട് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് അഭിനയിക്കാനാണ് എളുപ്പം പോസിറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് അഭിനയിക്കാൻ? നെഗറ്റീവ് ചെയ്യാൻ ഇത്തിരി പാട് തന്നെയാണ്, ഈസി അല്ല. കാരണം മറ്റുള്ളവർക്കൊരു ദേഷ്യം തോന്നിക്കുന്ന എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ ചെയ്തപ്പോൾ എളുപ്പമായി തോന്നി, നന്നായിട്ടും തോന്നി. രാജുവിൻ്റെ അടുത്താണ് വിശേഷങ്ങൾ ചോദിക്കാനുള്ളത്. എങ്ങനെയുണ്ട് സീരിയലിൻ്റെ റെസ്പോൺസ് കേട്ടിട്ടുള്ള ഫീലിംഗ്? സീരിയലിൻ്റെ റെസ്പോൺസ് നല്ല റെസ്പോൺസാണ്. ഐ മീൻ കുറേ പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഗോയിങ് ഗുഡ്, നല്ലോണം പോകുന്നുണ്ട്. ഏറ്റവും നല്ല കമന്റ് കിട്ടി സോഷ്യൽ മീഡിയാസിൽ കമന്റ്സ് ഒക്കെ നോക്കാറുണ്ടോ? അപ്പോൾ ഏറ്റവും നല്ല കമന്റ് അങ്ങനെ കണ്ടത് ഏതാണ് ഈ ക്യാരക്ടറിനെ കുറിച്ച്? അധികം നോക്കാറില്ല, പക്ഷെ കണ്ടത് വെച്ച് രാജു ഋതിക കപ്പിൾ പെയർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പെയർ കുറച്ച് ഹിറ്റാണ്. കുറച്ച് നന്നായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സാധനം ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷൂട്ട് തുടങ്ങിയിട്ട് 1.5 years ആയി. അപ്പോൾ ഇത്രയും നാളുള്ളതിൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എങ്ങനെ പോകുന്നു? പേഴ്സണലി ആക്ടിങ് ഗ്രോത്ത് എങ്ങനെയുണ്ട്? അല്ല, ഐ മീൻ ഫസ്റ്റ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇനീഷ്യലി തുടങ്ങുമ്പോൾ വർമ്മ സാറിൻ്റെ PA മാത്രമായിരുന്നു. ഇപ്പോൾ ക്യാരക്ടർ ഡെവലപ്പായി വർമ്മ സാറിൻ്റെ ഇപ്പം മരുമകനും PAയും എല്ലാ കാര്യങ്ങളും നോക്കി, ഐ മീൻ രണ്ട് സൈഡും എൻ്റെ ഫാമിലിയും നോക്കിയിട്ട് ഇവിടുത്തെ ഫാമിലിയും മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോണ ഒരു പരിപാടിയാണ്. ആൻഡ് ഇറ്റ്സ് ഗോയിങ് വെൽ. ആൻഡ് നല്ല ക്യാരക്ടർ ഇംപ്രൈസേഷൻ പറഞ്ഞാൽ ഇതിലെ എല്ലാ എമോഷൻസും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ബിക്കോസ് ഒരു സണ്ണായിട്ട്, ഒരു ഹസ്ബൻഡായിട്ട്, ഐ മീൻ ഒരു മകനായിട്ട്, ഐ മീൻ ഒരു PA ആയിട്ട്, ഒരു
വിശ്വസ്തനായിട്ട് എല്ലാം ഐ ക്യാൻ പ്ലേ. ആൻഡ് ഒരു ഹീറോ ആയിട്ട് ഒരു വില്ലനെ എങ്ങനെ ഡീൽ ചെയ്യണം അതും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഫൈറ്റ്സ് ഉണ്ട്. സോ എവറിത്തിങ് ഇസ് വാസ് നൈസ്. ആൻഡ് നിറയെ ഒരു ബൈക്ക് സ്റ്റണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് കോസ്റ്റാസ് ആയിട്ടുള്ള ഒരു റാപ്പോർട്ട്? ഇത്രയും നാളെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്രയും നാളായിട്ടുള്ള സെറ്റിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടാണല്ലോ. എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും നല്ല ബോണ്ടിലാണ് ഉള്ളത്. ആൻഡ് സെറ്റ് ഫണ്ണായിട്ടുണ്ടാവും. വലിയ ബഹളോ ഇതോ ആൻഡ് മോരോവർ ഈഗോ പ്രോബ്ലം അങ്ങനത്തെ ഒരു ഇതും ഉണ്ടാവില്ല. സീനിയർ ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഏത് പാർഷ്യാലിറ്റി ഇല്ല. ഞങ്ങൾ എല്ലാവരും ഒരേ റൂമിലാണ് ഇരിക്കുക. സോ സീനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിലും നമ്മളിപ്പോൾ ജൂനിയേഴ്സോ അങ്ങനെ ഒരു പരിപാടി ഹീറോ ഹീറോയിൻ അങ്ങനെ സെപ്പറേഷൻ ഏതും ഇല്ല. വി ഓൾ എൻജോയ് ടുഗദർ ആൻഡ് വി ഓൾ എൻജോയ് ആൻഡ് ഡു ദ വർക്ക്. അത്രേ ഉള്ളൂ. ഓക്കെ, എനിക്കൊന്ന് ഫുള്ളി മലയാളി. ഞാൻ ആക്ച്വലി ഐ എം ഫ്രം ചെന്നൈ. ഞാൻ മലയാളിയാണ്. ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ചെന്നൈ. അത് മലയാളത്തിനൊരു ഇതുണ്ട്. അപ്പൊ എങ്ങനെയാണ് സീരിയലിലേക്ക് വരുന്നത്? ഞാൻ സീരിയലിലേക്ക് വരുന്നത് മലയാളം സീരിയലിലേക്ക് വരുന്നത് 2022 or 21 ഐ ഗസ്. ഏഷ്യാനെറ്റിൽ പളുങ്ക് എന്ന് പറഞ്ഞ ഒരു സീരിയലാണ്. അത് കഴിഞ്ഞു പിന്നെ സീ കേരളത്തിൽ തന്നെ ശ്യാമാംബരം പറഞ്ഞ ഒരു സീരിയൽ ചെയ്തു. അത് നല്ലോണം റീച്ച് ഉണ്ടായിരുന്നു. എന്നെ അഖിലെ. അപ്പൊ എങ്ങനെയാണ് ആക്ടിങ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു? ആക്ടിങ് പാഷനേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഐ എം എ സിംഗർ ആൻഡ് കമ്പോസർ ഇൻ തമിഴ് ഇൻഡസ്ട്രി. സോ അവിടുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ഐ ഹാവ് സ്റ്റാർട്ടഡ് ഡൂയിങ് സീരിയൽസ് ഇൻ തമിഴ്. സോ തമിഴിൽ ചെയ്തിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഏഷ്യാനെറ്റിൽ പളുങ്ക് ഓപ്പർച്യൂണിറ്റി വന്നത്. അങ്ങനെ ഇതിൽ കയറി. അപ്പൊ അഖിലയിലെ അംബികയാണ് എന്നോടൊപ്പം ഉള്ളത്. ചേച്ചി പറയും, ഒരു 1.5 വർഷത്തോളമായി ഷൂട്ട് നടക്കുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെ, 1.5 വർഷമായിട്ട് ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് അഖിലയിൽ. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല റിപ്പോർട്ട്സാണ്. എങ്ങനെയുണ്ട് ആളുകളുടെ ഇടയിൽ നിന്ന് നെഗറ്റീവ് ക്യാരക്ടറിന് നെഗറ്റീവ് പരക്കുന്നുണ്ടോ? അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നെഗറ്റീവ് ക്യാരക്ടർ അല്ല, പക്ഷെ എന്നിരുന്നാലും ഇതിൽ നെഗറ്റീവ് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ പലരും കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ പറയാറുള്ളത് ഇത്രയും വേണ്ട, ഒന്ന് കുറയ്ക്കൂ, കൊച്ചിൻ്റെ അടുത്ത് അത്രയ്ക്കൊന്നും കാണിക്കില്ലേ എന്ന് പൊതുവെ എല്ലാവരും പറയും. പക്ഷെ നമ്മൾ സീരിയലല്ലേ. അതെ, ഇപ്പം ഞാനും കുറേ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ശരിക്കും ചെയ്യുന്നതാണ് അഭിനയമല്ല, ശരിക്കും ജീവിക്കുന്ന കണക്ക് ആളുകളൊന്ന് വഴക്കൊക്കെ പറയാറില്ലേ? അങ്ങനെ എനിക്കിന്നുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ പൊതുവെ നേരിട്ട് കാണുമ്പോൾ അയ്യോ എന്തൊരു പാവമാണ്, അങ്ങനെ ചോദിക്കാറുള്ളൂ. ഇന്നുവരെ അങ്ങനെ പറയാറില്ല. റിയൽ ലൈഫിൽ ശരിക്കും പാവാണ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ ഉള്ളവർക്ക് ചോദിക്കണോ? അതെ, ഇവിടെയും വീട്ടിലും ചോദിക്കണം. കുഴപ്പമില്ല. എങ്ങനെ പോകുന്നു കോസ്റ്റാസ് ഒക്കെ ആയിട്ട്? ഞങ്ങളെല്ലാവരും നല്ല ഫാമിലി കാര്യങ്ങളായിട്ട് നല്ല രീതിയിൽ പോകുന്നു. എല്ലാവരും പരസ്പരങ്ങളോടും ചെയ്യുമ്പോൾ മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. അല്ലാത്ത സമയത്ത് എല്ലാവരും നല്ല സ്നേഹത്തോടെ പോയിക്കൊണ്ടിരിക്കും. ചെയ്യുമ്പോഴേ നെഗറ്റീവ് ബാക്കിയെല്ലാം അതെ, അത് ആ സമയത്ത് ഷോർട്ടിൽ മാത്രമേ ഉള്ളൂ. ഇത് സാധാരണ നമ്മൾ മലയാളം സീരിയലിൽ കാണാത്തൊരു കഥയും കൂടെയാണല്ലോ. അപ്പൊ അതിന്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? അല്ല, സീരിയലിൽ പൊതുവേ നല്ല റെസ്പോൺസാണ്. തുടക്കം തൊട്ടേ നമ്മളുടെ ഇതും തുടക്കമൊക്കെ ഹൈദരാബാദായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലൊക്കേഷനും ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റിപ്പോർട്ട്സാണ് ഇതുവരെ നമുക്ക് കിട്ടുന്നത്.